ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ടോഷൻഡർ. അപ്പോൾ നമ്മുടെ മോട്ടോറൊക്കെ മോഡിഫിക്കേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ പാർട്ട് നമ്മുടെ മോട്ടോറൊക്കിൻ്റെ ബോഡി ഫുള്ള് നമ്മൾ 4X ഷെയ്ഡിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതിൽ ബാക്കി വരുന്ന പാർട്സോളം കാര്യങ്ങളൊക്കെയാണ് വയ്ക്കുന്നത്. ഏകദേശം ഞാൻ പറയാം. നമ്മുടെ ബാക്കിൽ ഇതിൻ്റെ ഒരു ഗണ്ണ്, നമ്മുടെ പബ്ജിയിലൊക്കെ ഉണ്ട് അതുപോലെ ഒരു ഗണ്ണ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലായിട്ട് ഒരു ഗ്രില്ല് പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ, ഈ രണ്ട് സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു മുള്ള് പോലെ ഇങ്ങനെ സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് നമ്മുടെ ഗണ്ണാണ്. അപ്പം നമ്മുടെ മുള്ള് പോലുള്ള ഫ്രണ്ടിലേക്ക് സാധനം സെറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് നല്ല ഷാർപ്പനർ വെച്ച് ചെത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഷാർപ്പ് ചെയ്ത ഭാഗം നമ്മൾ മുറിച്ചെടുക്കാൻ കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മുള്ള് സാധനങ്ങൾ ഇങ്ങനെ വെക്കാണ്ട് നമ്മളൊരു 4X ഇങ്ങനെ നീളനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിലാണ് നമ്മുടെ ഈ മുള്ള് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരേ അളവ് തന്നെയാണ്, നമുക്കിത് ഇനി ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ സൈഡിൽ വെക്കണ ഈ ഗ്രില്ല് പോലെ ശരിയാണ്. നേരത്തെ എടുത്ത പോലത്തെ രണ്ട് സ്റ്റിക്ക് ഉണ്ട്. അതിൻ്റെ ബാക്കത്തെ രണ്ട് സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്തിട്ട് ഒന്ന് ഫിനിഷിങ് വരുത്തിയിട്ട് അതിലിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ നമ്മുടെ ഗണ്ണ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളിലും തിരികും ബെറ്റർ ഇതാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഒരു ടോയിന് ഇട്ടൊരു പാർട്ട് നമ്മൾ ജസ്റ്റ് ആ സ്റ്റിക്കിന് കാര്യത്തിൽ ഒട്ടിച്ച് ചേർത്തു തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ പാർട്സും നമ്മളിവിടെ റെഡി ആക്കി നമുക്ക് ഓരോന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി മൊത്തം നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പാർട്സായിട്ട് ഇതിൽ
ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇത് പാർട്സൊക്കെ ഉണങ്ങിയെന്ന് വിചാരിക്കും. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഫ്യൂവൽ കാനും ഒരു സേക്കറും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, കൃത്യം ഉണ്ടാകുന്ന പോലെ ഫിറ്റായിട്ട് തന്നെയാണ് നമ്മുടെ ബോഡി മോട്ടോർ സൈക്കിളിൽ ഇരിക്കുന്നത്. നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ മോട്ടോർ ട്രക്കിൻ്റെ ബോഡി ഫുള്ള് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് നമ്മുടെ വണ്ടി ഉള്ളിൽ കൂടെ ഓടിക്കുമ്പോൾ വലിയ സീനൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് പുറത്തു കൂടി ഓടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മോട്ടോർ ട്രക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് സക്സസ് ആയിട്ട് കേട്ടോ. ഇതിനെ റണ്ണാവണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉള്ളിൽ കൂടെ വെച്ചാലും അതായത് പുറത്തു കൂടെ വെച്ചാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് റണ്ണാവണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മോട്ടോർ ട്രക്ക് മോഡിഫിക്കേഷൻ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തു. ഡൈകാസ്റ്റ് കാർസിൻ്റെ ഒക്കെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.